ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകണം. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ വാർത്തകളിലേക്ക് പോകുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എറണാകുളത്ത് നിന്ന് നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. അതായത് എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗ് വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. വിഭാഗീയത രൂക്ഷമായ സാഹചര്യം. അവിടെ ലീഗ് പിളർപ്പിലേക്ക് പോവുകയാണോ എന്ന ആശങ്ക വരെ യുഡിഎഫിനുള്ളിൽ ഉയർന്നു വരുന്നൊരു പശ്ചാത്തലമുണ്ട്. ലീഗ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഹംസ പാറക്കാട്ടിനെ പുറത്താക്കിയതിനെതിരെ കളമശ്ശേരിയിൽ യോഗം ചേർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TA അഹമ്മദ് കബീറിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഔദ്യോഗിക പക്ഷത്തിനെതിരെ വിമത വിഭാഗം യോഗം ചേർന്നതോടെ ലീഗ് പ്രതിസന്ധിയിലായിരിക്കുകയാണ്. സച്ചിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നോക്കാം എന്താണ് മുസ്ലിം ലീഗിനുള്ളിൽ അവിടെ സംഭവിക്കുന്നതെന്ന്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. സച്ചിൻ, എറണാകുളത്ത് ലീഗ് വലിയ പ്രതിസന്ധിയിലാണ്. രണ്ട് വിഭാഗങ്ങൾ, ഒന്ന് ഹംസ പറക്കാട്ടിലെ വിഭാഗം, മറ്റൊന്ന് ഔദ്യോഗിക വിഭാഗം. ഈ രണ്ട് പക്ഷവും തമ്മിൽ വലിയ വടംവലികൾ നടക്കുന്നു. ഹംസ പറക്കാട്ടിനെതിരെ നടപടിയെടുത്ത പശ്ചാത്തലത്തിൽ വിമത വിഭാഗം യോഗം ചേർന്ന് അവരുടെ ശക്തി തെളിയിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട നേതാക്കൾ, അഹമ്മദ് കബീർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ വിമത യോഗത്തിൽ പങ്കെടുത്തു എന്നത് ലീഗിനെ സംബന്ധിച്ച് വലിയ തലവേദനയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ലീഗ് ഒരു പിളർപ്പിന്റെ വക്കിലേക്ക് നീങ്ങുകയാണ് എറണാകുളത്ത് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല. മനു, തീർച്ചയായും മനു പറഞ്ഞത് ഏകദേശം ശരിയാണ്. കാരണം ലീഗിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു ഹംസ പറക്കാട്ടിനെ കഴിഞ്ഞ ആഴ്ചയാണ് ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം പുറത്താക്കിയത്. കഴിഞ്ഞ ആഴ്ച ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി തങ്ങളുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കം നടത്തിയ യോഗത്തിലാണ് എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിരുന്ന ഹംസ പാറക്കാട്ടിനെ പുറത്താക്കാനുള്ള ഒരു നടപടിയിലേക്ക് കടന്നത്. കാരണം ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഴിമതി ആരോപണത്തിന് വിധേയനായിട്ടാണ് ഹംസ പാറക്കാട്ടിനെതിരെ നടപടിയെടുത്തത്. ഇതിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ലീഗിൻ്റെ എറണാകുളം ജില്ലയിൽ ലീഗിൻ്റെ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം വലിയൊരു പിന്തുണയുള്ള ഒരു നേതാവാണ് ഹംസ പറക്കാട്ട്. ഹംസ പറക്കാട്ടിനെ പോലുള്ള ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കിയതിലൂടെ ലീഗിൻ്റെ അണികളിൽ വലിയൊരു പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ വൈകിട്ട് കളമശ്ശേരി ടൗൺ ഹാളിൽ ലീഗ് വിമത വിഭാഗം യോഗം ചേർന്നത്. ലീഗ് വിമത വിഭാഗത്തിൻ്റെ യോഗത്തിന് നേതൃത്വം നൽകിയത് ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TA അഹമ്മദ് കബീറിൻ്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ഇതിൽ MSF, യൂത്ത് ലീഗ്, അതുപോലെ തന്നെ ലീഗിൻ്റെ തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അടക്കം വലിയ ഒരു ജനപിന്തുണ ലീഗ് പ്രവർത്തകരിൽ നിന്നും ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് TA അഹമ്മദ് കബീർ നടത്തിയ പ്രസംഗത്തിലുടനീളം ലീഗിൻ്റെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ വലിയ വിമർശനമാണ് ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ലീഗിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് എറണാകുളം ജില്ലയിൽ നിലനിൽക്കുന്നത്. ഒന്ന് TA അഹമ്മദ് കബീറിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗവും മറ്റൊന്ന് നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള ഇബ്രാഹിം കുഞ്ഞിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗവുമാണ് നിലവിൽ ലീഗിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ നിലനിൽക്കുന്ന രണ്ട് പക്ഷം. ഇതിൽ ലീഗിൻ്റെ ഔദ്യോഗിക പക്ഷത്താണ് ഇബ്രാഹിം കുഞ്ഞ് വിഭാഗം നിലനിൽക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞിൻ്റെ മകനായിട്ടുള്ള അബ്ദുൽ ഗഫൂറിനെ കഴിഞ്ഞ തവണ കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് ഈ വിഭാഗീയത രൂക്ഷമാകുന്ന രീതിയിലേക്ക് കടന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കളമശ്ശേരിയിൽ ലീഗ് സ്ഥാനാർത്ഥി തോൽക്കുകയും അതുപോലെ തന്നെ ലീഗിൻ്റെ ഇബ്രാഹിം കുഞ്ഞ് വിഭാഗം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മകനെ നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ആ സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പക്ഷത്തിന് തിരിച്ചടിയാണ് ഉണ്ടായത്. കാരണം ഔദ്യോഗിക പക്ഷത്തിൻ്റെ പ്രസിഡന്റ് ആയി നിന്നിരുന്ന അബ്ദുൽ ഗഫൂറിനെ ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ ഹംസ പാറക്കാട്ടിനെ ജില്ലാ പ്രസിഡന്റുമായി ആയിട്ടാണ് സംസ്ഥാന നേതൃത്വം അന്ന് നിയമിച്ചത്. എന്നാൽ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയത ഇതോടെ രൂക്ഷമായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഹംസ പറക്കാട്ടിനെ കഴിഞ്ഞ ദിവസം നിർമ്മാണ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞ് വിഭാഗം പുറത്താക്കിയത്. ഇബ്രാഹിം കുഞ്ഞിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും അഴിമതി ആരോപണങ്ങളും പുറത്തു കൊണ്ടുവന്നത് എറണാകുളം പുറത്താക്കിയ ജില്ലാ പ്രസിഡന്റ് ഹംസ പറക്കാട്ടായിരുന്നു. കാരണം ചന്ദ്രിക ദിനപത്രത്തിൻ്റെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, അതുപോലെ തന്നെ പാലാരിവട്ടം പാലം അഴിമതി തുടങ്ങിയ അഴിമതികളിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരെ ശക്തമായി രംഗത്തെത്തിയത് ഹംസ പറക്കാട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിന് ഒരു മറുപടി എന്നോണമാണ് ഇപ്പോൾ ഹംസ പറക്കാട്ടിനെതിരെ ഈ ഇബ്രാഹിം കുഞ്ഞ് വിഭാഗം നടപടിയെടുത്തത്. ഹംസ പറക്കാട്ടിന് വലിയ പിന്തുണയാണ് ജില്ലയിലുള്ളത്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TA അഹമ്മദ് കബീറിൻ്റെ നേതൃത്വത്തിലുള്ള വലിയൊരു വിഭാഗം ഹംസ പറക്കാട്ടിന് പിന്തുണയുമായി രംഗത്തുണ്ട്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിലുള്ള ഒരു
വിഭാഗീയ പ്രവർത്തനം ജില്ലയിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുക. കാരണം ആലുവ കളമശ്ശേരി മേഖലകളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം മുസ്ലിം ലീഗിനുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നൊരു ഭയത്തിലാണ് നിലവിൽ എറണാകുളം ജില്ലയിലെ യു ഡി എഫ്. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണങ്ങളും ഈ മുസ്ലിം ലീഗിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ളൊരു വിഭാഗീയത രൂക്ഷമായതോടെ പ്രതിസന്ധിയിലാവുന്നത് യു ഡി എഫ് ആണ് ജില്ലയിൽ. ശരി, ഏതായാലും നോക്കാം. അതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് യു ഡി എഫിനെ സംബന്ധിച്ച്. കാരണം ഈ പറഞ്ഞതുപോലെ ഈ കളമശ്ശേരി ആലുവ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുണ്ട് ലീഗിനെ സംബന്ധിച്ച്. അപ്പോൾ അവരൊരു പിളർപ്പുണ്ടാകുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് അത് ആശങ്കാജനകമാണ്. അവർക്ക് തിരിച്ചടി ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏറെ ആകാംക്ഷയോടെ തന്നെയാണ് ഈ ലീഗിലെ എറണാകുളത്തെ പ്രശ്നങ്ങൾ നോക്കിക്കാണുകയും ചെയ്യുന്നത് ഈ രാഷ്ട്രീയമൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾ.